ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ബബ്ലൂസ് വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കുഞ്ഞു വ്ളോഗായിട്ട് വന്നിട്ടുള്ളത്. ഇന്ന് ആച്ചുമോൻ്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് ഞങ്ങള് 4 ആൾക്കാർ കൂടിയിട്ട് ഒരു കുഞ്ഞു സെലിബ്രേഷൻ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇനി ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ആച്ചുവിൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും ഞങ്ങൾ കുഞ്ഞൊരു സന്തോഷം. പിന്നെ അതുപോലെ തന്നെ ബലൂൺ കാര്യങ്ങളൊക്കെ ചെറിയ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ്. അത് എന്താ പറയുക, ഞങ്ങൾ 4 ആൾക്കാരും, അച്ഛനും അമ്മയും കുട്ടിയും 2 കുട്ടികൾ, അത്രയായിട്ടുള്ളൊരു കുഞ്ഞാഘോഷമാണ്. പക്ഷെ പായസം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ചുറ്റുപാടുള്ള എല്ലാവർക്കും കൊടുത്ത്, അതുപോലെ തന്നെ കേക്കും എല്ലാവർക്കും കൊടുക്കും. അങ്ങനെ ചെയ്യാറുണ്ട്, അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഇത് നാളെ എൻ്റെ ബർത്ത്ഡേ അല്ല, നമ്മുടെ സ്റ്റാർ ബർത്ത്ഡേ അല്ല, ജനിച്ച ദിവസമാണ് ഞങ്ങൾ ഏറെ സെലിബ്രേറ്റ് ചെയ്യാറ്. സ്റ്റാർ ബർത്ത്ഡേക്ക് പോയിട്ട് അമ്പലത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ചിട്ട് വരാറാണ് പതിവ്. അങ്ങനെ അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ എന്താ പറയുക, ഒരു ഹാപ്പി ബർത്ത്ഡേ അച്ഛന് വിഷ് ചെയ്തോളൂ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുമെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ലവ് യു. പരിപ്പ് പായസം ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടാണ്. പരിപ്പ് പായസം ഉണ്ടാക്കി കഴിഞ്ഞ് നല്ല അടിപൊളി ടേസ്റ്റുള്ള പരിപ്പ് പായസമാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഇടുന്നുണ്ട്. പിന്നെ ഗീ റൈസ്, ചിക്കൻ കറി, സലാഡ്, ഇത്രയാണ് ലഞ്ചിന് ചെറിയൊരു ഫുഡിൻ്റെത്. പിന്നെ ഇവിടെ ചെറുങ്ങനൊരു അലങ്കാരം കാര്യങ്ങളൊക്കെ. എല്ലാ പ്രാവശ്യം പുറത്താണ് സെലിബ്രേഷൻ ചെയ്യാറ്. ഇപ്രാവശ്യം പിന്നെ ഞങ്ങൾ മാത്രമായിട്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ചെറുങ്ങനായിട്ട് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ അവൻ്റെ ഫ്രണ്ട്സാളെയും ഒക്കെ വിളിച്ചിട്ട്, സ്കൂളിലത്തെ ഫ്രണ്ട്സാളെയും ഒക്കെ വിളിച്ചിട്ട് ഞങ്ങൾ പുറത്ത് പോയിട്ട് മോളിലൊക്കെ പോയിട്ടാണ് സെലിബ്രേഷൻ നടക്കാറ്. ഇപ്പം ഇങ്ങനെ, അല്ലെങ്കിൽ നാട്ടിലൊക്കെ ആകുമ്പോൾ നാട്ടിൽ സെലിബ്രേഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ നല്ല അടിപൊളി നല്ല കോഫി ഫ്ലേവറുള്ള കേക്ക് ഒന്ന്, പിന്നെ ഒന്ന് ചോക്ലേറ്റ് ഫഞ്ച്, അങ്ങനെ പറഞ്ഞിട്ട് ചോക്ലേറ്റ് ഫഞ്ച് ഭയങ്കര സോഫ്റ്റും ക്രീമിയൊക്കെ ആയിട്ട് ചോക്ലേറ്റാണ് അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഫില്ലിങ്. നല്ല ടേസ്റ്റുള്ള 2 ചോക്ലേറ്റ്. അങ്ങനെ അവനും ആച്ചും പപ്പയും അവൻ്റെ ഏട്ടനും കൂടിയിട്ട് കേക്ക് കട്ട് ചെയ്ത് ഞാനിവിടെ നിന്നിട്ട് വീഡിയോ എടുത്തു. വേറെ ആളില്ല, ഞങ്ങൾ 4 ആൾക്കാരുള്ള കുഞ്ഞൊരു സെലിബ്രേഷനല്ലേ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് പിന്നെന്താ കേക്ക് കട്ടിങ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും. അവൻ്റെ ഏട്ടൻ ഗിഫ്റ്റ് കൊടുക്കുന്നതിൻ്റെ ഉള്ള ഹാപ്പിയാണ് അവൻ്റെ മുഖത്ത് കാണുന്നത്. ഫസ്റ്റ് തന്നെ അവൻ്റെ ഏട്ടൻ കൊടുത്ത്, പിന്നെന്താ ഒരു കെട്ടിപ്പിടിക്കലും ഉമ്മയ്ക്കലും ഇതൊക്കെയാണ് ഏട്ടനേറ്റ്. അത് കഴിഞ്ഞ് പിന്നെ നിൻ്റെ ഊഴം ഞാൻ കൊടുത്ത്, എപ്പോഴും കൊടുക്കണ പോലെ ഒരു ഗിഫ്റ്റ് കൊടുത്ത്. പിന്നെ അവൻ്റെ പപ്പ കൊടുക്കണത് പിന്നെ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ അവൻ്റെ പാപ്പൻ കൊടുത്ത്. പിന്നെന്താ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിനിമയ്ക്ക് പോകണം. പിന്നെ അവൻ്റെ ദിവസമല്ല, അവൻ്റെ ദിവസമായ കാരണം കൊണ്ട് രാത്രി 11 മണിക്കായിട്ടാണ് മൂവി ഇട്ടാ. അപ്പം ഞങ്ങൾ 11 മണിക്ക് മെട്രോയ്ക്ക് മൂവിക്ക് പോയി. കാണുന്നത് നമ്മുടെ VT സ്റ്റേഷനാണ്. VT സ്റ്റേഷൻ്റെ അടുത്ത് കൂടെയാണ് നമ്മൾ തിയേറ്ററിലേക്ക് പോകാൻ, നമ്മുടെ മെട്രോ തിയേറ്ററിലേക്ക് പോണത്. അങ്ങനെ ഞങ്ങൾ ആ തിയേറ്ററിലെത്തി, ഉള്ളിലേക്ക് കയറി, വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഉള്ളിൽ കയറി എന്നിട്ട് ആരൊക്കെ പരിചയമുള്ളവരൊക്കെ കണ്ട് സംസാരിച്ച് ഞങ്ങൾ ഉള്ളിൽ മേലേക്ക് കയറി പോവുകയാണ് മൂവി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതാണ് മൂവി എന്ന് പറയണ്ടേ, നമ്മുടെ അടിപൊളി ലാലേട്ടൻ്റെ സൂപ്പർ മൂവി ആയിട്ടുള്ള തുടരും കാണാൻ വേണ്ടിയിട്ടാണ് ഇട്ടാ പോണത്. അപ്പോൾ മൂവി തുടങ്ങി. അപ്പോൾ ഞാൻ ക്യാമറ ഓഫ് ചെയ്തു. കണ്ടിറങ്ങിയിട്ട് എൻ്റെ പൊന്നു, ഇങ്ങനെ അടാറ് മൂവി എന്ന് പറഞ്ഞിട്ടൊക്കെ സൂപ്പർ അടിപൊളി പടം. അപ്പോൾ കാണാത്തവരാണെങ്കിൽ എല്ലാവരും പോയി കണ്ടോളൂ കേട്ടോ, സൂപ്പർ മൂവിയാണ്. വെറുതെ. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി. ഇപ്പോൾ ഈ കുഞ്ഞ് സെലിബ്രേഷൻ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ലവ് യു.